എൻ്റെ മുത്തപ്പ നമുക്ക് എന്നാണോ ഒരു സന്തോഷിപ്പിക്കുന്ന വാർത്തകൾ ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതെന്നുള്ളത് ഒരു എത്തും പിടിയില്ല. ഏതാണെങ്കിലും ഇന്നലെ രാത്രി വന്നിട്ടുള്ളൊരു കാര്യമാണ്. അതായത് നമുക്കറിയാലോ, കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു വാക്കൗട്ട് ഇൻസിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു 4 CR ഒരു ഫൈൻ AFF കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് പിന്നെ CASലേക്ക് അപ്പീൽ പോയി. ആ ഒരു അപ്പീൽ തള്ളി 4 കോടി തന്നെ കൊടുക്കണമെന്നുള്ളൊരു രീതിയിലേക്കൊക്കെ വന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് CAS പറഞ്ഞതെന്ന് വെച്ചാൽ, ഇത് ഇന്ത്യൻ ഫുട്ബോൾ രംഗത്ത് മാത്രമല്ല, ലോക ഫുട്ബോളിൻ്റെ ഒരു രീതിയിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും മാതൃകയാക്കാൻ കഴിയാത്തൊരു കാര്യമാണ് എന്നുള്ള സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതൊന്നും അല്ല മെയിൻ പോയിന്റ്. അപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇവാന് 10 മാച്ചിലുള്ള ഒരു ബാനും പിന്നെ ഫൈനും ഒക്കെ വേറെ സെപ്പറേറ്റ് ആയിട്ടും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു കോടിയുടെ ഒരു ഫൈൻ ഇമ്പോസ് ചെയ്തു ഇവാൻ്റെ മേലിൽ എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. മാർക്കസ് ആണ് ടൈംസ് ഓഫ് ഇന്ത്യ വഴി ഇപ്പോൾ ഈ ഒരു വാർത്ത ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. മാർക്കസ് എന്തോ വലിയൊരു സംഭവമൊക്കെ ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന് അപ്ഡേറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇത് വല്ലാത്ത ചതിയായി ഇപ്പോൾ എൻ്റെ പൊന്ന് മാർക്കസെ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും ആ ഒരു വാക്കൗട്ട് ഇൻസിഡൻറ്റ് ഞാനിപ്പോൾ അന്നോട്ടേയൊക്കെ പറഞ്ഞ കാര്യമാണ്. അതൊരു റൈറ്റ് ഡിസിഷനായിട്ട് തോന്നിയിട്ടില്ല. ആ ഒരു റഫറി ഡിസിഷൻ അതിൽ അഭിപ്രായ വ്യത്യാസങ്ങളാണ്. പക്ഷേ ആ ഒരു വാക്കൗട്ട് ഡിസിഷൻ അത് ശരിയായിട്ടുള്ളൊരു നടപടിയല്ല എന്നുള്ളത്. അതിനിപ്പം ക്ലബിനും വലിയ തരത്തിലുള്ളൊരു സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ നേരിടേണ്ടി വന്നു. കാരണം ഇത്രയും വലിയൊരു തുക എന്ന് പറയുന്ന രീതിയിൽ ഫൈനായിട്ട് വരുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായി. പക്ഷേ ഒരു ചോദ്യം നമുക്ക് ഉന്നയിക്കപ്പെടേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവാൻ വുക്കോമനോവിച്ച് എന്ന് പറയുന്ന ഒരു കോച്ചിനെ ഈ ഒരു ഡിസിഷൻ എടുത്തിട്ട് ഒന്നെങ്കിൽ ക്ലബ്ബ് ആ സമയത്ത് തന്നെ ഈ ഡിസിഷൻ ശരിയായില്ല, അപ്പോൾ തന്നെ ഫൈൻ കൊടുത്ത്, അല്ലെങ്കിൽ ക്ലബ്ബ് പറഞ്ഞു വിടേണ്ട ഒരു രീതിയിൽ, അല്ലെങ്കിൽ സാക്ക് ചെയ്യുന്ന രീതിയിലേക്കൊക്കെ അന്ന് എത്തുമായിരുന്നു. പക്ഷേ അന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്ത് ഇവാൻ്റെ കംബാക്കും ഒക്കെ സോഷ്യൽ മീഡിയ വഴി ബ്ലാസ്റ്റേഴ്സ് വളരെയധികം സെലിബ്രേറ്റ് ചെയ്ത് ഇവാനെ അത്രത്തോളം അവരുടെ ക്ലബിൻ്റെ ലെവലിൽ നിന്ന് സപ്പോർട്ടോ അല്ലെങ്കിൽ ബൂസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു സീസണും കൂടി അവസാനിച്ച് ഒരു കോച്ചിനെ സാക്ക് ചെയ്യുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തി. സാക്കെന്ന് തന്നെ ഞാൻ പറയും, മ്യൂച്വലി വേർപിരിഞ്ഞെന്നൊക്കെ പറഞ്ഞാലും അതിനുശേഷം ഇങ്ങനത്തെ ഒരു വാർത്ത കേൾക്കുമ്പം ഫാൻസ് എന്ന നിലയിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. സീസണിൻ്റെ ഇടയിൽ ഇവാൻ ഒരു പ്രസ് കോൺഫറൻസിലോ മറ്റോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഈ സീസൺ എങ്ങനെയെങ്കിലും തീർക്കുക എന്നുള്ളൊരു തരത്തിലുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ്. നൗ ഇറ്റ് മേക്ക് സെൻസ് എന്നൊക്കെ ഉള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നുള്ളതൊക്കെ ഇനിയിപ്പം ഞാൻ ആലോചിക്കുന്നതാണ്. ഈ 1 കോടി എന്ന് പറയുന്നൊരു തുക ഇവാൻ്റെയൊക്കെ സാലറി എത്രത്തോളം എന്ന് അറിയത്തില്ല, എങ്കിലും ഒരു 1 to 2 CR ഇടയിലായിരിക്കാം. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഒരു സാലറിയിൽ നിന്ന് ഇത് പിടിച്ചിട്ടാണോ പണിയെടുപ്പിച്ചിട്ടുണ്ടാകുക എന്നുള്ളതൊക്കെയാണ് വിചാരിക്കുന്നത്. നേരത്തെ തന്നെ ക്ലബ്ബ് ഇത് കോച്ചുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവില്ലേ? അങ്ങനെയെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവാനെ ആ ഒരു സമയത്ത് എന്താ പറയുക, ഗോലി സോഡയും പൊട്ടറ്റോ ചിപ്സും പിന്നെ എല്ലാ പരസ്യത്തിലും, എല്ലാ എണ്ണയുടെയും ചിപ്സിൻ്റെയും മുട്ടയുടെയും പരസ്യത്തിലൊക്കെ കയറ്റി അഭിനയിപ്പിച്ചിട്ട് സത്യം പറഞ്ഞാൽ പറയുമ്പം വിഷമം ഉണ്ടെങ്കിലും കോമഡി കൂടിയാണ്. എന്താണെങ്കിലും ഇവാൻ ഈ ഒരു സീസണിന് ശേഷം പോകുന്ന ജനുവരിയിൽ തന്നെ ചില സോഴ്സസിൽ നിന്ന് ചില വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. സോ അതൊക്കെ ശരിയാണ് എന്ന് വേണം നമുക്ക് വിശ്വസിക്കാൻ. അന്ന് നമ്മൾ ആ ഒരു കാര്യം അങ്ങനെ സംസാരിച്ചിട്ടില്ല, പക്ഷേ അങ്ങനെ ചില വാർത്തകൾ ഇവാൻ ക്ലബ്ബ് വിടും എന്നുള്ളൊരു ഇത് വന്നിരുന്നു. ഇതൊക്കെ അതൊരു റീസണായിട്ടുണ്ടായിരുന്നേനെ എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നത്. അത് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി പറയണം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡയറക്ടറായിട്ടുള്ള നിഖിൽ പ്രസാദ്, അല്ലെങ്കിൽ നിഖിൽ നിമങ്കട, നമ്മുടെ അദ്ദേഹം എനിക്ക് അതും കോമഡിയാണ് കേട്ടോ. എക്സിൽ ഒരു സ്റ്റാറ്റസ് അല്ല ട്വീറ്റ് ഇട്ടേക്കുന്നു. അതായത് 1 സൈഡഡ് സ്റ്റോറി എപ്പോഴും മിസ്ലീഡിങ് ആണ് എന്നുള്ളത്. എനിക്ക് സ്റ്റോറിയൊക്കെ കാണുമ്പോഴത്തേക്കും ഈ നമ്മുടെ ചില ആളുകൾ, ഇമ്മച്ചുറായിട്ടുള്ള ചില ആളുകളൊക്കെ ഈ വാട്സപ്പിൽ DP മാറ്റി സ്റ്റാറ്റസൊക്കെ ഇടുന്ന കാര്യമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. എന്നാൽ ഈ മിസ്ലീഡിങ് മാറ്റാം, നമുക്ക് 2 സൈഡും കേൾക്കാം. പക്ഷേ ഇതൊന്ന് പറയാമോ? എനിക്കില്ലേ പറയത്തില്ല. എപ്പോഴും ഇതാണ്, ഒരു ട്രാൻസ്പെറൻസി ഇല്ല പല കാര്യത്തിലും. എല്ലാം എന്തൊക്കെയോ അവിടെ ഉണ്ട്, ഇതൊന്നും അല്ല പ്രശ്നം എന്നൊക്കെ പറയും. പക്ഷേ ആ പ്രശ്നം എന്താണെന്നുള്ളത് മറ്റേ ഒരു സിനിമയ്ക്കകത്ത് ദേവൻ പറയുമല്ലോ, എനിക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്, എന്താണെന്ന് ചോദിക്കുമ്പോൾ അതിപ്പം പറയാൻ പറ്റില്ല എന്ന് പറയുന്ന അതേ സെയിം സെനാരിയോ തന്നെയാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിലയിരുത്താം എന്തൊക്കെയാണ് സംഭവിച്ചത് മറ്റേതാണെന്നൊക്കെ ഉള്ളത്. സോ ബീയിങ് കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻ ഇറ്റ്സ് നോട്ട് ഈസി.